കോടാനുകോടി ചരാചരങ്ങളടങ്ങിയ അപൂർവ സുന്ദരമായ ഗ്രഹമാണ് ഭൂമി, നമ്മുടെ വാസസ്ഥലം. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഗ്രഹം. സൂര്യന് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾക്കൊപ്പം ഭ്രമണം ചെയ്യുകയും ഒപ്പം സ്വയം കറങ്ങുകയും ചെയ്യുകയാണ് നമ്മുടെ ഭൂമി. ഈ കറക്കമൊന്നു നിന്നാൽ, ഒരു സെക്കൻഡ് നിന്നാൽ ഭൂമിക്കുള്ളിലുള്ളവയ്ക്ക് എന്തു പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും നമുക്കറിയാം. ഭൂമിക്ക് സ്വന്തം അച്ചുതണ്ടിൽ ഒരു കറക്കം പൂർത്തിയാക്കാൻ 23 മണിക്കൂറും 56 സെക്കൻഡും വേണം. ഏതാണ്ട് മണിക്കൂറിൽ 1000 മൈൽ, അതായത് 1600 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമിയുടെ കറക്കം. ഈ കറക്കം ഒരു നിമിഷത്തേക്ക് നിലച്ചാൽ എന്താവും സംഭവിക്കുക? ഭൂമിയുടെ ഈ വേഗം നിന്നാലും ഭൂമിയിലുള്ളവ അതേ വേഗത്തിൽ ചലിക്കുന്നത് തുടരും. ഭൂമിയിലെ കെട്ടിടങ്ങൾ, വെള്ളം, വായു തുടങ്ങി ഭ്രമണം ചെയ്യുന്നവയെല്ലാം വീണ്ടും മുന്നോട്ടു പോകാനിടവരും. നിശ്ചലാവസ്ഥ ഒരു സെക്കൻഡാണെങ്കിൽ പോലും അത് വൻ ദുരന്തത്തിലായിരിക്കും കലാശിക്കുക എന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ ഉള്ളിലിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണയുണ്ട്. അപ്പോൾ 1000 മൈൽ വേഗത്തിൽ കറങ്ങുന്ന ഈ ഭൂമി പെട്ടെന്ന് കറക്കം നിർത്തിയാൽ? ഭൂമിയുടെ കറക്കം നിൽക്കുമ്പോഴും അന്തരീക്ഷം കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് 10,000 ചുഴലിക്കാറ്റിനേക്കാളും അപകടകരമായിരിക്കും. അത് ഒരേ സമയം കടലിലും കരയിലും ദുരന്തം സൃഷ്ടിക്കും. പെട്ടെന്ന് കറക്കം നിലയ്ക്കുമ്പോൾ ഭൂമിയുടെ പുറന്തോടിന് ഇളക്കം സംഭവിക്കും. ഇത് ശക്തമായ ഭൂകമ്പവും സുനാമികളും ഉണ്ടാക്കും. വായുവിന്റെയും സമുദ്രജലത്തിന്റെയും ഒഴുക്ക് ഭൂമിയുടെ ഭ്രമണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കാലാവസ്ഥയാകെ മാറും. ഭൂമിയുടെ കാന്തിക വലയം ബഹിരാകാശത്ത് നിന്നും വരുന്ന ഹാനികരമായ വികിരണങ്ങളെ തടയുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വികിരണങ്ങൾ ഭൂമിയിൽ പതിച്ചാൽ ജീവന് തന്നെ ആപത്താണ്. ചുരുക്കത്തിൽ ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളെ നശിപ്പിക്കാൻ ഒരു നിമിഷത്തെ നിശ്ചലത മതിയാകുമെന്നർത്ഥം. മാത്രമല്ല, ഇത് ചന്ദ്രന്റെ ചലനത്തെ ബാധിക്കും. അപ്പോൾ ഭൂമിയുടെ കറക്കം എന്ന പ്രതിഭാസത്തിന് ഈ ഗോളത്തിന് സന്തുലിതമാക്കുന്നതിൽ എത്രമാത്രം പങ്കുണ്ടെന്ന് മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ, ഇത് ഗ്രഹത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും കൂട്ടമരണത്തിലേക്ക് നയിക്കുമെന്നർത്ഥം. ദിവസം എന്ന സങ്കല്പം തന്നെ ഇല്ലാതാകും. സ്ഥിരമായി ഭൂമിയുടെ ഒരു വശത്ത് പകലും മറ്റൊരു വശത്ത് അന്ധകാരവുമായിരിക്കും. പിന്നീട് നിരന്തരമായ സൂര്യപ്രകാശം മൂലം സസ്യങ്ങളും ജീവജാലങ്ങളും തളർന്നു വീണ് മരണത്തിന് കീഴടങ്ങും. അതേസമയം മറ്റൊരു വശത്ത് പ്രകാശം കിട്ടാതെ തണുത്തുറഞ്ഞ ജീവജാലങ്ങൾ മരിക്കും. സമുദ്രങ്ങളുടെ സ്ഥാനം മാറുകയും പല ഭൂഖണ്ഡങ്ങളിലും വെള്ളപ്പൊക്കവും ഉണ്ടാകും. അങ്ങനെ നീലഗ്രഹത്തിലെ തുടിപ്പ് തന്നെ നാമാവശേഷമാകും. എന്നാൽ ഇത്തരമൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള സാധ്യത എന്നത് അന്റാർട്ടിക്കയിൽ ജീവിക്കുന്നവർക്ക് മാത്രമായിരിക്കും. അതിന് കാരണം പലപ്പോഴും അവിടെ ഭൂമിയുടെ ഭ്രമണവേഗത കുറവാണെന്നതാണ്. ഭൂമിയുടെ കറക്കം നിലച്ചാൽ ചെറിയ പരിക്കുകളോടെ ഇവിടെയുള്ളവർ രക്ഷപ്പെടും. ഇവിടെ ഭ്രമണവേഗത കുറവായതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. പലപ്പോഴും വഴുതി വീഴുന്നതിന് സമാനമായ ഫലങ്ങളാണ് ഇവർക്കുണ്ടാവുക. എന്നാൽ അതേസമയം ആശങ്ക വേണ്ടെന്നും ഭൂമിയുടെ ഭ്രമണം നിന്നുപോകേണ്ട ആവശ്യമില്ലെന്നും ഗവേഷകർ പറയുന്നു. കാരണം നക്ഷത്രങ്ങൾ പോലും ചെറിയ വേഗത്തിൽ ഭ്രമണം ചെയ്യുന്നുണ്ട്. ചെറിയ വസ്തുക്കൾ തട്ടിയാൽ പോലും ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യും. ഇത്തരത്തിൽ ഭൂമിയിൽ ധാരാളം ബാഹ്യവസ്തുക്കൾ നിരന്തരം തട്ടുകയോ സമ്പർക്കം വരുത്തുകയോ ചെയ്യുന്നതിനാൽ ഭൂമിയുടെ കറക്കം ഉടനെയൊന്നും നിൽക്കില്ല. ഇത്തരത്തിൽ വസ്തുക്കൾ വന്ന് പതിച്ചത് മൂലം മറ്റൊരു ഗ്രഹത്തിൽ ഇടിച്ചതിനാലാണ് ഇപ്പോൾ നമ്മുടെ ഭൂമിക്ക് ഉപഗ്രഹമായി ചന്ദ്രനെ ലഭിച്ചത്. പണ്ടുണ്ടായിരുന്ന തെയ എന്ന ഗ്രഹവുമായാണ് അന്ന് ഗയ എന്ന നമ്മുടെ ഭൂമി കൂട്ടിയിടിച്ചതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.